بسم الله الرحمن الرحيم نون والقلم وما يسطرون ما أنت بنعمة ربك بمجنون. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും പാലിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങളോടും ഉപദേശിക്കുകയാണ്. സമയം അല്പം വൈകിയത് കൊണ്ട് തന്നെ യാതൊരു മുഖവരയിലേക്ക് ഞാൻ പോകുന്നില്ല. ആദ്യമായി സൂചിപ്പിക്കാനുള്ളത്, സാധാരണ നിങ്ങൾ കേൾക്കാറുള്ള ഒരു പ്രഭാഷണമല്ല ഞാൻ ഇവിടെ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ ആവശ്യമുള്ള, നിങ്ങളുടെ പങ്കാളിത്തം ആവശ്യമുള്ള ഒരു ക്ലാസ്സാണ് നടക്കാൻ പോകുന്നത്. ട്രെയിനിങ് സെഷൻ എന്ന് വേണം വിളിക്കാം, വർക്ക്ഷോപ്പ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പങ്കാളിത്തം ആവശ്യമുള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ചില ചോദ്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരും. ആ ചോദ്യത്തിന് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയുന്നു അതിനനുസരിച്ചായിരിക്കും എൻ്റെ ക്ലാസ്സിൻ്റെ മുന്നോട്ടുള്ള ഗതി. അല്ലാതെ ഞാൻ കുറേ എഴുതി കൊണ്ടുവച്ചിട്ടോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സ്ലൈഡ് ആക്കിയിട്ടോ ഉള്ളൊരു ക്ലാസ് അല്ല, മറിച്ച് നിങ്ങളുടെ ഗതി എങ്ങോട്ടാണോ അതായിരിക്കും എൻ്റെ ഗതി. വിഷയത്തിൻ്റെ പേര് നല്ല രക്ഷിതാക്കൾ നല്ല കുട്ടികൾ എന്നാണ്. ഈ വിഷയത്തെക്കുറിച്ച് ആദ്യമായി നോട്ടീസിലൂടെ നിങ്ങൾ വായിച്ചപ്പോൾ എൻ്റെ ആദ്യത്തെ ചോദ്യം ഇതാണ് നിങ്ങളോട്. നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ ആവശ്യമാണ് എന്ന് ഞാൻ പറഞ്ഞു. ഈ നോട്ടീസ് നിങ്ങൾക്ക് കയ്യിൽ ലഭിച്ചപ്പോൾ, നല്ല രക്ഷിതാവ് നല്ല കുട്ടി എന്ന ഈ ടൈറ്റിൽ നിങ്ങൾ വായിച്ചപ്പോൾ നിങ്ങളുടെ മനസ്സിന്റെ അകത്തളങ്ങളിലൂടെ കടന്നുപോയ വികാരങ്ങൾ അല്ലെങ്കിൽ ചിന്തകൾ എന്തായിരുന്നു? ഒന്നാമത്തെ ചോദ്യം. ക്ലിയർ? നോട്ടീസ് എല്ലാവർക്കും കിട്ടിയിരുന്നല്ലോ. നമ്മുടെ കോളേജിന്റെ നോട്ടീസ് എല്ലാവർക്കും കിട്ടിക്കാണല്ലോ മിക്കവാറും. ആദ്യമായി കടന്നു വന്ന ചിന്ത എന്തായിരുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട്? രണ്ടാമത്തെ എൻ്റെ ചോദ്യം, ഈ വിഷയത്തിൽ നിങ്ങൾ, എനിക്കറിയാം ഒരുപാട് തിരക്കിനിടയിൽ വന്ന ഒരുപാട് രക്ഷിതാക്കൾ എൻ്റെ മുന്നിലുണ്ട്. പല പ്രതിബന്ധങ്ങളും ഒഴിവാക്കിയിട്ട് വന്നവരുണ്ട്. ഈ വിഷയത്തിൽ, അതായത് രക്ഷിതാക്കളും നല്ല രക്ഷിതാക്കൾ, നല്ല രക്ഷിതാവ്, നല്ല കുട്ടി എന്ന ഈ വിഷയത്തിൽ ഇപ്പോൾ എന്നിൽ നിന്നും നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? യു ഗോട്ട് ദ പോയിന്റ്. എന്നിൽ നിന്നും നിങ്ങൾ എന്ത് പ്രതീക്ഷിക്കുന്നു? സാധാരണ ഞാനൊരു കഥ പറയാറുണ്ട്. അതായത് ഒരു യജമാനന്റെ കൂടെ ഒരു പട്ടി അല്ലെങ്കിൽ ഒരു നായ കൂടെ അങ്ങാടിയിലേക്ക് പോയി സാധനം വാങ്ങാൻ വേണ്ടി യജമാനൻ പോകുന്ന സമയത്ത് യജമാനൻ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു, ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചു, വീട്ടിലേക്ക് തിരിച്ചു വന്നു. നായക്ക് എന്ത് കിട്ടി എന്ന് ചോദിച്ചാൽ എന്താണ് ഉത്തരം? നായക്ക് എന്ത് കിട്ടി? എന്ത് കിട്ടിയോ? ഇല്ല. ഇതേപോലെ കുൻതും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ് എന്ന് അഭിസംബോധന ചെയ്യപ്പെട്ട ഈ സമൂഹം ആയി പോകരുത്, അങ്ങനെ ആവരുത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ബോധപൂർവം നാം ഓരോ മുസ്ലിമും നമ്മുടെ ലക്ഷ്യം വളരെ നിർണിതമായിരിക്കണം. അത് ലോങ് ടേം ലക്ഷ്യമായിരിക്കട്ടെ, ഷോർട്ട് ടേം ലക്ഷ്യമായിരിക്കട്ടെ, വളരെ കൃത്യവും നിർണിതമായിരിക്കണം, ഗോൾ സെറ്റിംഗ് ഉണ്ടായിരിക്കണം എന്നുള്ള തത്വം മനസ്സിലാക്കുന്നതിന് വേണ്ടിയും കൂടിയാണ് ഈ ചോദ്യം. എന്താണ് നിങ്ങൾ എന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്? ഏതായാലും അറബി കോളേജിന്റെ പ്രോഗ്രാം നടക്കുകയാണ്. ഞാൻ പോയിട്ടില്ല എങ്കിൽ സൈന്യവാത്ത എന്ത് വിചാരിക്കും, നബീസാത്ത എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ അബൂബക്കർക്ക് എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ട് വന്നതാണോ, അതല്ല കൃത്യമായ ലക്ഷ്യമുണ്ടോ? ഉണ്ട് എങ്കിൽ ഈ വിഷയത്തിൽ നിന്ന് നിങ്ങൾ എന്ത് പ്രതീക്ഷിക്കുന്നു? നിങ്ങൾ ഉത്തരം പറയുക. അതിനനുസരിച്ചായിരിക്കും എൻ്റെ ഓരോ ചുവടുവെപ്പും.
ഞാൻ പറഞ്ഞു എഴുതിക്കൊണ്ടെന്നതോ കാണാപ്പാടം പഠിച്ചതോ ഒന്നും പറയാനില്ല. നിങ്ങളുടെ റിക്വയർമെന്റ്, ആവശ്യം എന്നാൽ ഈ വിഷയത്തിൽ, എല്ലാ വിഷയം ചോദിക്കരുത്, ഈ വിഷയത്തിൽ നിങ്ങളുടെ ആവശ്യം എന്തോ അതിനനുസരിച്ചായിരിക്കും മുന്നോട്ട് പോവുക. എന്ത് പ്രതീക്ഷിക്കുന്നു? ബോധവൽക്കരണം. ഏത് വിഷയത്തിൽ? നല്ല കുട്ടി, നല്ല രക്ഷിതാവ് എന്ന വിഷയത്തിൽ ഒരു ബോധവൽക്കരണം. അതൊരു ജനറലൈസേഷൻ എന്നാണ് എൻ്റെ ഭാഷയിൽ പറയുക, സാമാന്യവൽക്കരണമായ ഉത്തരമാണ്. മറിച്ച് വളരെ സ്പെസിഫിക് ആയിട്ട് ഒന്നും കൂടി ആഴത്തിലേക്ക് പോകുമ്പോൾ കോൺക്രീറ്റ് ആയിട്ടുള്ള ഉത്തരം എന്താണ്? നിങ്ങൾ എന്താണ്, നിങ്ങൾക്ക് എന്ത് വേണം? ബോധവൽക്കരണം തന്നെയാണ്. ഈ ബോധവൽക്കരണത്തിൽ വേണ്ടുന്ന പോയിന്റുകൾ എന്തൊക്കെയാണ്? ഏതിന്റെ ഡെഫിനിഷനിലേക്ക് നമുക്ക് വരാം. ഡെഫിനിഷനാണ് ഇപ്പൊ ചോദിക്കുന്നത്. ഡെഫിനിഷനിലേക്ക് ഇൻഷാ അല്ലാഹ് കാര്യങ്ങൾ ഇങ്ങനെ പോയി ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിന്റെ ഡെഫിനിഷൻ, അതിന്റെ താരീഫ് മനസ്സിലാകും. അതിലേക്ക് വരും ഇൻഷാ അല്ലാഹ്. മറിച്ച് ഇപ്പോൾ എന്റെ ചോദ്യം ഇതാണ്, പ്രത്യേകിച്ച് നാളത്തെ സമൂഹത്തെ വാർത്തെടുക്കുന്നതിൽ ഏറ്റവും പ്രാധാന്യമുള്ള സ്ത്രീകളോടാണ് എന്റെ അഭിസംബോധന. ഒന്നുകൂടി ആഴത്തിൽ ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. നിങ്ങൾ എന്ത് പ്രതീക്ഷിക്കുന്നു ഈ വിഷയത്തിൽ? നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്താണ്? നിങ്ങൾ ഉള്ളിലോട്ട് വെറുതെ ഒന്ന് നോക്കിയാൽ മതി, നിങ്ങൾക്കറിയാം, ഉള്ളിൽ നിന്ന് ഉത്തരം വരും. ഈ വിഷയത്തിൽ, കുട്ടികളെ വളർത്തുന്ന വിഷയത്തിൽ, നല്ല രക്ഷിതാവുക എന്ന വിഷയത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളും പ്രയാസങ്ങളുമാണ് നിങ്ങൾ അഭിമുഖീകരിക്കുന്നത് എന്ന ചോദ്യവുമായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലോട്ടൊന്ന് നോക്കിയാൽ അവിടെ നിന്ന് ഉത്തരം വരും. ആ ഉത്തരം മാത്രം പറയുക. യെസ്, പലർക്കും പറയണമെന്നുണ്ട്, പക്ഷെ ഇതെങ്ങനെ തുടങ്ങണം എന്നാണ്. നല്ല കുട്ടി അല്ല, എൻ്റെ ചോദ്യം ഇതാണ്, നിങ്ങളുടെ റിക്വയർമെന്റ് എന്താണ്? കമന്റ് അല്ല ഉദ്ദേശിക്കുന്നത്, അഭിപ്രായമല്ല. എന്താണ് ഈ വിഷയത്തിൽ എന്നിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇവിടെ? യെസ്, വെരി ഗുഡ്. നല്ല കുട്ടികളാകുവാൻ വേണ്ടി രക്ഷിതാക്കൾ എന്തു ചെയ്യണം? വെരി ഗുഡ് ആൻസർ. അതൊരു റിക്വയർമെന്റ് ആണ്, ഒരു ആവശ്യമാണ്. പിന്നെ ആരും ഉത്തരം പറയുന്നില്ല എങ്കിൽ എന്റെ മൊഡ്യൂൾ അനുസരിച്ച് ഞാൻ അങ്ങനെ പോകും. അവിടെ പിറകിൽ അല്ലെങ്കിൽ മുന്നിൽ 2-3 പേരെങ്കിലും പറയാം. യെസ്, സമയം പരിമിതമാണ്. പറയുന്നുണ്ടോ? അത് കേട്ടതായിരിക്കും ഇവിടുന്ന് മുന്നിൽ നിന്ന് ആവർത്തിക്കാൻ പറ്റുമോ? ആ, കേട്ടവരാരെങ്കിലും ഒന്നും കൂടി ആവർത്തിച്ച് പറഞ്ഞത്, ആണുങ്ങളുണ്ടെങ്കിൽ. ഒരു നല്ല രക്ഷിതാവാവുന്നതിന് വേണ്ടി എന്ത് ചെയ്യണം? പിന്നെ ഒരു നല്ല കുട്ടിയെ വാർത്തെടുത്തു കഴിഞ്ഞാൽ ഒരു നല്ല രക്ഷിതാവാകുമെന്ന് ഇദ്ദേഹം വിശ്വസിക്കുന്നു എന്ന്. ആ, ഓക്കെ, അത് ആവർത്തിക്കേണ്ടതുണ്ടോ? കേട്ടിന് എല്ലാവരും? കേട്ടോ? ഈ വെക്കേഷൻ ആകുന്ന 2 മാസം, ഈ വെക്കേഷനിൽ നല്ല രീതിയിൽ ഇസ്ലാമികമായ മാർഗത്തിൽ കുട്ടിയെ എങ്ങനെ, ഞാൻ എൻ്റെ ഭാഷയിലാണ് പറയുന്നത്, പരിവർത്തിച്ചു കൊണ്ടുവരാം. ശരിയല്ലേ? ക്ലിയർ? ഇത്രയും എക്സ്പെക്ടേഷൻ ആണുള്ളത്, ഇത്രയും പ്രതീക്ഷകളാണുള്ളത്. എങ്കിൽ നമുക്ക് ആരംഭിക്കാം ഇൻഷാ അല്ലാഹ്. പരിശുദ്ധ ഖുർആനിലേക്ക് നിങ്ങൾ കണ്ണോടിച്ച് നോക്കിയാൽ കാണാം, ഓരോ കാര്യത്തെയും മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു കൊടുക്കുന്നത് അനവധി ഉദാഹരണങ്ങളിലൂടെയാണ്. നിങ്ങൾക്കറിയാം, തൗഹീദിന്റെ കാര്യം പറയുമ്പോൾ, ഷിർക്കിന്റെ കാര്യം പറയുമ്പോൾ പോലും ഒരുപാട് ഉദാഹരണങ്ങൾ അല്ലാഹു പറയുന്നത് കാണാം. ആകാശത്ത് നിന്ന് വീഴുന്ന പറവയെ പോലെയെന്നും ചിലന്തി വലയുടെ ഉദാഹരണം, അങ്ങനെ ഒരുപാട് ഉദാഹരണം. മറ്റൊരു സ്ഥലത്ത് കാണാം ഖുർആനിൽ, ദറബല്ലാഹു മസലൻ ഖറിയ, ഒരു രാജ്യത്തെ തന്നെ അല്ലാഹു ഉദാഹരണമാക്കി പറഞ്ഞു തരികയാണ് നമുക്ക്. യാ അയ്യുഹൻ നാസ് ദുരിബ മസലൻ ഫസ്തമിഉ ലഹ്, നിങ്ങൾക്കിതാ ഒരു ഉപമ കാണിച്ചു തരുന്നു, നിങ്ങൾ അതിലേക്ക് വളരെ കൃത്യമായി ശ്രദ്ധിക്കുക. ഇനി ഹദീസിലേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. ഒരു നായക്ക് വെള്ളം കൊടുത്ത ഉദാഹരണം പറഞ്ഞുകൊണ്ട് ഒരു ധാർമ്മികത പഠിപ്പിക്കുന്ന ശൈലി, അതുപോലെ തന്നെ ഒരു പൂച്ചയെ കെട്ടിയിട്ട കാര്യം പറഞ്ഞു കൊടുത്തുകൊണ്ട് ഒരു അധാർമികതയെ കുറിച്ച് ഉദ്ബോധിപ്പിക്കുന്ന ശൈലി. എന്താണ് ഇത് അർത്ഥമാക്കുന്നത്? സത്യത്തിൽ മനുഷ്യ മനസ്സിന്റെ സൃഷ്ടാവായ ഖാലിഖിന് അറിയാം മനുഷ്യ മനഃശാസ്ത്രം, അതായത് മനുഷ്യന്
കാര്യങ്ങളെ പരിവർത്തന വിധേയമാക്കി മനസ്സിലാക്കണമെങ്കിൽ, അവന് പരിവർത്തനം ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് നാമ്പെടുക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള ഉദാഹരണങ്ങളുടെ മാത്രമേ മുന്നോട്ട് പോയാൽ ശരിയാവുകയുള്ളൂ എന്ന് ഖാലിഖിന് അറിയാം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് വളരെ കൊതുകിനെ പോലും അള്ളാഹു ഉദാഹരിക്കാൻ യാതൊരു മടിയും കാണിക്കില്ല എന്നാണ്. ഇത് പരിശുദ്ധ ഖുർആന്റെയും ഹദീസിന്റെയും ശൈലിയാണ്. അതുകൊണ്ട് തന്നെ ആ ശൈലിയിൽ നിന്ന് തന്നെ അവലംബിച്ചുകൊണ്ട് ഞാനൊരു സുന്ദരമായ ഉപമയിലൂടെ എൻ്റെ ക്ലാസ് ആരംഭിക്കാൻ ആഗ്രഹിക്കുകയാണ്. വളരെ കൃത്യമായി ശ്രദ്ധിക്കുക. ഖുർആൻ പറഞ്ഞതുപോലെ ഫസ്തമിഉ ലഹ എന്ന് പറഞ്ഞതുപോലെ വളരെ കൃത്യമായി ശ്രദ്ധിക്കുക. ഒരാൾ 12 വയസ്സായ കൊച്ചു ബാലൻ, എന്നെ സംബന്ധിച്ചോളം സമയം വളരെ പരിമിതമാണ്. 20ഓളം മണിക്കൂർ നീണ്ടു നിൽക്കുന്ന വലിയ സെഷനാണ് സത്യത്തിൽ ഇത്, പാട്ടായിട്ട് പോകുന്നത്. അതിനാണ് കട്ട് ഷോട്ട് ചെയ്തിട്ട് 2 മണിക്കൂറിലേക്ക് ഒതുക്കി. ട്രെയിൻ ലേറ്റ് ആയത് കൊണ്ട് തന്നെ ചിലപ്പോൾ 1.5 മണിക്കൂർ മിക്കവാറും എനിക്കിവിടെ കിട്ടാൻ സാധ്യതയുള്ളൂ. ഏതായിരുന്നാലും 12 വയസ്സായ ഒരു കൊച്ചു ബാലൻ ഒരു വാലിയിലൂടെ അവൻ തുള്ളിച്ചാടി കളിച്ച് ആനന്ദിച്ചിങ്ങനെ നടക്കുകയാണ്. വാലി എന്ന് പറഞ്ഞാൽ എന്താണ് മലയാളത്തിൽ പറയാം? താഴ്വര. ഒരു താഴ്വാരത്തിലൂടെ അവനിങ്ങനെ നടക്കുകയാണ്, കളിച്ച് ആസ്വദിച്ചുകൊണ്ട്. സുന്ദരമായ താഴ്വാരമാണ്, വയലേലകളും അതുപോലെ തന്നെ തെങ്ങും തോപ്പുകളും ഒക്കെയുണ്ട്. പെട്ടെന്നാണ് അവന്റെ ശ്രദ്ധയിൽ ഒരു പരുന്തിന്റെ കൂട് പ്രത്യക്ഷപ്പെട്ടത്. ഒരു പരുന്തിന്റെ കൂട്. ആ കൂട്ടിൽ ഉണ്ടായിരുന്ന പരുന്തിന്റെ മുട്ട ഈ കൊച്ച് 12 വയസ്സായ ബാലൻ എടുക്കുകയും തന്റെ വീട്ടിൽ തന്റെ മാതാവ് അല്ലെങ്കിൽ ഉമ്മ അടയിരിക്കാൻ വെച്ചിരിക്കുന്ന 15ഓളം വരുന്ന കോഴിമുട്ടയുടെ കൂടെ ഈ പരുന്തിന്റെ മുട്ട കൊണ്ടുവെക്കുകയും ചെയ്തു. എത്ര ദിവസം എടുക്കും മുട്ട വിരിഞ്ഞു വരാൻ വേണ്ടിയിട്ട്? ഇന്നൊക്കെ ഈ പരിപാടി ഇവിടെയൊക്കെ ഉണ്ടോ? ടൗണിലൊക്കെ ഇല്ലാണ്ടായി. ഏത് അടയിരിക്കാൻ വെക്കുക എന്നുള്ളത്, നാടൻ കോഴിനൊക്കെ വളർത്തിയിട്ട് എത്ര ദിവസം എടുക്കും? എത്ര? 22 അല്ലെങ്കിൽ മാക്സിമം 23 എന്നാണ് അതിന്റെ ശാസ്ത്രം. ഏതായിരുന്നാലും 21ാമത്തെ അല്ലെങ്കിൽ 22, 23ാമത്തെ ദിവസം 15ഓളം വരുന്ന കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞപ്പോൾ അതിന്റെ കൂടെ ഒരു പരുന്തും കുഞ്ഞും വിരിഞ്ഞു. പാവം പരുന്തും കുഞ്ഞ് പരുന്താണെന്ന് തിരിച്ചറിയാതെ, അതായത് കോഴിക്കുഞ്ഞാണെന്നുള്ള തെറ്റിദ്ധാരണയിൽ മണ്ണിൽ ഇങ്ങനെ ചിക്കി ചിതറി പുഴുക്കളെ തിന്നിങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം, ദിവസങ്ങൾ കഴിഞ്ഞു, ആഴ്ചകൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു. അങ്ങനെ ഒരു ദിവസം ആകാശത്തിന്റെ അനന്തവിഹായസിലൂടെ ഒരു വലിയ പരുന്ത് ചിറകിട്ടടിച്ച് പറക്കുന്ന രംഗമാണ് ഈ പരുന്ത് കണ്ടത്. പരുന്ത് അമ്മയോട് ചോദിച്ചു, ആരാണിവിടെ അമ്മ? തള്ളക്കോഴിയോട് ചോദിച്ചു, അമ്മേ അമ്മേ, ഈ ആകാശത്തിന്റെ അനന്തവിഹായസിലൂടെ ഊളിയിട്ട് പറക്കുന്നവൻ ആരാണ് എന്ന് ചോദിച്ചു. അപ്പോ തള്ളക്കോഴി പറഞ്ഞു, അവൻ വലിയ പരുന്താണ്, നീ കേവലം ഒരു കോഴിക്കുഞ്ഞ് മാത്രമാണ്. നിന്റെ ഡ്യൂട്ടി ഭൂമിയിൽ ചിക്കിച്ചതറി പുഴുക്കളെയൊക്കെ തിന്നുക എന്ന് മാത്രമേ നിനക്ക് ഡ്യൂട്ടിയുള്ളൂ. അവനെ പോലെ പറക്കാൻ, ആകാശത്തിന്റെ അനന്തവിഹായസിൽ ഊളിയിട്ട് പറക്കാൻ നിനക്കാവില്ല. നീ എന്താണ്? വെറും കോഴിക്കുഞ്ഞ് മാത്രമാണ്. കഥയുടെ അവസാനം എങ്ങനെയാണ്? സാധാരണ ഒരു കോഴിക്കുഞ്ഞാണ് എന്നുള്ള ധാരണയിൽ അത് ജനിച്ച് വളർന്ന അവസാനം ചത്തൊടുങ്ങി അല്ലെങ്കിൽ മരിച്ചുപോയി എന്നാണ് കഥയുടെ അവസാനം. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട്, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഈ ഉപമാ കഥയിൽ എന്തു പാഠമാണ് ഉള്ളത്? നിങ്ങൾ തന്നെ പറയുക. എന്തെങ്കിലും പാഠം ഉണ്ടോ? ഉണ്ടെങ്കിൽ എന്ത്? ഞാൻ പറഞ്ഞു, ഇത് പ്രഭാഷണമല്ല. നിങ്ങളുടെ കൂടി പങ്കാളിത്തം ആവശ്യമുള്ള ഒരു ക്ലാസ് ആണ്. എനിക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് വാദോരാതെ പ്രസംഗിക്കാം. നിങ്ങൾ നിങ്ങളുടെ മക്കളോട് നല്ല രീതിയിൽ പെരുമാറണമെന്നും അതുപോലെ തന്നെ രക്ഷിതാക്കളോട് കുട്ടികൾ നല്ല രീതിയിൽ പെരുമാറണമെന്നും ഒരുപാട് പ്രസംഗിക്കാം. പക്ഷേ നിങ്ങൾ ഇതൊക്കെ കേട്ട്, ഞാൻ ചിലപ്പോൾ ഇവിടെ ഇന്നല്ലാഹു മഅ സ്വാബിരീൻ എന്നുള്ള ആയത്തുകളും അസ്സബ്റു ഇൻദ സദ്മത്തിൽ ഊല എന്നുള്ള ഹദീസും അങ്ങനെ ഒരുപാട് കേൾക്കും. നിങ്ങൾ ഒരുപാട് നമ്മൾ കേട്ടവരാണ്. നിരവധി അനവധി ആയത്തുകളും ഹദീസുകളും നാം കേട്ടവരാണ്. ക്ഷമയുടെ കാര്യത്തിലായിരുന്നാലും തവക്കുലിന്റെ കാര്യത്തിലൊക്കെ ആയിരുന്നാലും. പക്ഷെ ഇതൊക്കെ കേട്ട് വീട്ടിലെത്തുമ്പോൾ നിങ്ങളെ കുട്ടി ഉണ്ടാവും. അവിടെ നിന്ന് എന്ത് ചെയ്യുന്നുണ്ടാവും? കണ്ണ് കണ്ട മാഗസിനൊക്കെ പിടിച്ച് വലിച്ച് കീറി ചാടുന്നുണ്ടാവും. ചുമരിലൊക്കെ കണ്ട് വരഞ്ഞ കൂട്ടി അവിടെ തട്ടി ഇവിടെ ഇടിച്ച്, അനുജന് 2 തട്ട്, അവിടെ അടി പിടി, ആ കൂടി കുലുമാലായിരിക്കും. ഈ സമയത്ത് നിങ്ങളുടെ ക്ഷമയുടെ ഗ്രാഫ് എങ്ങനെ ഉണ്ടാവും? അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനെ കുറിച്ച് സുന്ദരമായ ക്ലാസ് ഞാൻ എടുത്തു. മവദ്ദത്തും റഹ്മത്തൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു. ഈ തസ്കുനു ഇലൈഹൊക്കെ പറഞ്ഞു. ക്ഷമയെക്കുറിച്ച് വാദോരാതെ ഞാൻ പ്രസംഗിച്ചു. വീട്ടിലെത്തി. ഫാത്തിമ ചോറെടുത്തേ എന്ന് പറഞ്ഞു ഭർത്താവ്. അപ്പോ ഭാര്യ, ഫാത്തിമ, ആ ഗ്യാസ് തീർന്നിട്ട് ഇപ്പൊ 4 ദിവസമായി. അപ്പോഴാണ് ചോറ് എന്നല്ല പറയാം ഇവിടുന്ന് ഊണിന്.
യെസ്. ഇങ്ങനെ പറയുമ്പോൾ ആണുങ്ങളുടെ അവസ്ഥ എന്താ? ഇവിടുന്ന് കിട്ടിയ ഗ്യാസ് കംപ്ലീറ്റ് പോയിട്ടുണ്ടാവും. എത്ര തവണ നമ്മൾ വായിച്ചു, ക്ഷമിക്കണമെന്നും തവക്കുല് ചെയ്യണമെന്നൊക്കെ ഒരുപാട് വായിച്ചില്ലേ, ഒരുപാട് ഖുതുബകൾ കേട്ടില്ല. അന്ന് വേണ്ടെന്നല്ല, പക്ഷെ അതിനേക്കാൾ ഉപരി ഇസ്ലാം വെച്ച ഒരു മനുഷ്യന്, ഞാൻ അടിസ്ഥാനമായിട്ട് അത് ഒരു പോയിന്റ് ഇട്ടിട്ട് അവിടെ പറയാം. നമ്മൾ എൻ്റെ ക്ലാസ് ഒരു ആ രീതിയിലുള്ള ഒരു ഓർഡർ ഒന്നും ഉണ്ടാവില്ല. നിങ്ങളുടെ റിക്വയർമെന്റ് എന്തോ അതിനനുസരിച്ച് പോകുന്നത്. മനുഷ്യന് മാറ്റമുണ്ടാവണമെങ്കിൽ അടിസ്ഥാനപരമായിട്ട് 3 കാര്യങ്ങൾ സംജാതമായേ പറ്റൂ എന്ന് അത് ഇസ്ലാമികമാണ്, ആധുനിക ഗവേഷകരും തെളിയിച്ച കാര്യമാണ്. ഒന്നാമത്തത് മഅരിഫത്ത് എന്ന് പറയും അറബി ഭാഷയിൽ. അത് നോളജ്, അറിവുണ്ടായിരിക്കണം ഒരു വിഷയത്തിൽ. ഒരു വിഷയത്തിൽ അറിവില്ലാതെ മാറ്റമുണ്ടാവില്ല. അറിവ് നമ്മുടെ പണ്ഡിതന്മാർ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്, അത് വേണ്ടത് തന്നെയാണ്, നിർബന്ധമാണ്. പക്ഷേ ചില വിഷയങ്ങളിൽ മറ്റൊരു കാര്യം കൂടി സംജാതമാകേണ്ടതുണ്ട്. ഉദാഹരണമായിട്ട് ഞാനൊരു വലിയൊരു വേട്ടക്കാരനാണ് എന്ന് സങ്കല്പിക്കുക. എൻ്റെ കൂടെ നിങ്ങൾ കാട്ടിലേക്ക് ഒരു ദിവസം വേട്ടയ്ക്ക് വേണ്ടി വന്നു, അത് കാണാൻ വേണ്ടി. ഞാൻ അമ്പും വില്ലുമായി അല്പം മൃഗത്തിന്റെ ബാക്കിൽ ഇങ്ങനെ പോയി അല്പം അകലെയായി. നിങ്ങൾ എൻ്റെ ഭാണ്ഡത്തിനടുത്തിരിക്കുകയാണ്. ഈ സമയത്താണ് ഒരു വലിയ സിംഹം നിങ്ങൾ തിന്നാൻ വേണ്ടി ഇങ്ങനെ വരികയാണ്, ആക്രമിക്കാൻ വേണ്ടി വരികയാണ്. നിങ്ങൾക്കറിയാം ഈ മൊയിനുദ്ദീന്റെ ഭാണ്ഡത്തിൽ മറ്റൊരു അമ്പും വില്ലും ഉണ്ട്. ഈ അമ്പും വില്ല് എടുത്തിട്ട് എയ്ത്തു കഴിഞ്ഞാൽ സിംഹം മരിക്കുമെന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ അമ്പെയ്ത്തറിയില്ല എങ്കിൽ, എങ്ങനെയാണ് അമ്പ് പിടിക്കേണ്ടതെന്നും അറിയില്ല, എങ്ങനെയാണ് വില്ല് വെക്കേണ്ടതെന്നും അറിയില്ല എങ്കിൽ വല്ല രക്ഷപ്പെടുവോ? ഇതാണ് ഇസ്ലാം രണ്ടാമതായിട്ട് വെച്ചത്. മഅരിഫത്ത് കഴിഞ്ഞ ഉടനെ തർബിയ, ട്രെയിനിങ് എന്ന് പറയും. ട്രെയിനിങ്. മൂന്നാമതായിട്ട് മനുഷ്യന് മാറ്റമുണ്ടാവണമെങ്കിൽ മൂന്നാമത്തെ ഒരു കാര്യം തസ്ജിഅ എന്ന് അറബിയിൽ പറയും. അറബി കോളേജ് പഠിക്കുന്നവർക്ക് അറിയാം തസ്ജിഅ, അതായത് മോട്ടിവേഷൻ എന്ന്. പരിശുദ്ധ ഖുർആനിൽ തന്നെ നിങ്ങൾ പരിധി നോക്കിയാൽ കാണാം, റബ്ബി ഔസിഇനി അൻ അഷ്കുറ നിഅമതക അല്ലതി എന്ന് പറയുന്ന ഒരുപാട് ആയത്തുകൾ. സുലൈമാൻ നബി അലൈഹി സ്വലാം പ്രാർത്ഥിക്കുകയാണ്, റബ്ബേ എനിക്കും എൻ്റെ രക്ഷിതാക്കൾക്കും നീ നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രചോദനം നീ നൽകണമേ എന്ന്. അപ്പൊ പ്രചോദനത്തിന് വേണ്ടി പ്രവാചകന്മാർ പോലും പ്രാർത്ഥിക്കുന്ന അവസ്ഥ. ഈ 3 കാര്യങ്ങളും ഒരേപോലെ സംജാതമാകുമ്പോഴാണ് മനസ്സിൽ മാറ്റം ഉണ്ടാവുക. അതൊക്കെ വിശദമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നേരത്തെ മൗലവിമാർ സൂചിപ്പിച്ചതുപോലെ ഒരു മാറ്റത്തിന്റെ കഥ എന്ന് പറഞ്ഞൊരു പുസ്തകം പുറത്ത് ലഭ്യമുണ്ട്. എങ്ങനെ മാറ്റം വരും എന്നുള്ളത് നിങ്ങൾ അത് ഓരോ പേജും വായിച്ചാൽ മതി, തനിയെ അത് മാറ്റം സംഭവിച്ചുകൊള്ളും. അതാണ് അതിന്റെ പ്രത്യേകത. നിങ്ങൾ മാറേണ്ടതില്ല, തനിയെ മാറുമെന്നുള്ളതാണ്. ഇത്തരം കാര്യങ്ങളിലൂടെ കടന്നു പോയാൽ മാത്രം മതി. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വളരെ സ്പെസിഫിക് ആയിട്ട് വ്യക്തമായിട്ട് ചോദിക്കുന്നത്, മറന്നുപോയി എന്ന് ചോദിച്ചാല് വാട്ട് ആർ ദ ലെസൺസ് ഇൻ മൈ സ്റ്റോറി. ഞാൻ പറഞ്ഞ കഥയിൽ ജീവിതവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട എന്തൊക്കെ പാഠങ്ങളാണുള്ളത്? കഥ മറന്നുപോയി അതിൻ്റെ ഇടയിൽ? ഇല്ലല്ലോ, ഇല്ല, മറന്നോ? ഇല്ല. എന്ത് പാഠമാണുള്ളത്? വല്ല പാഠം ഉണ്ടോ? ആ യെസ്. വെരി ഗുഡ്. ആദ്യത്തെ പാഠശാല മാതാവിന്റെ മടിത്തട്ടാണ്. ആ പരുന്തിനോട് തള്ളക്കോഴി ആദ്യം തന്നെ നീ ഒരു പരുന്താണ് എന്നുള്ള കഴിവ് തിരിച്ചറിയിച്ചു കൊടുത്തിരുന്നുവെങ്കിൽ ആ ലെവലിൽ അത് പോകുമായിരുന്നു. യെസ്. പിന്നെ ആ കുട്ടിയുടെ കഴിവിനെ തിരിച്ചറിഞ്ഞ് കൃത്യമായ മാർഗനിർദ്ദേശം കൊടുക്കാൻ പറ്റാത്ത ഒരു മാതാവിന്റെ ഉപമയാണ് ഇവിടെ വരുന്നത്, അല്ലെ, ജീവിതമായിട്ട് ബന്ധപ്പെടുന്നു. പിന്നെ ഓക്കെ, ഞാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ഇതൊരു മെന്റൽ ട്രെയിനിങ്, ടൈം എടുത്ത് ചെയ്യേണ്ടതാണ്. ഇറ്റ്സ് എ മെന്റൽ ട്രെയിനിങ് ആണ്, തർബിയത്താണ് ശരിക്ക്. പക്ഷെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വീണ്ടും സ്കിപ്പ് ചെയ്ത് പോവാണ്, അവിടുന്ന് ചാടുകയാണ്. എൻ്റെ അടുത്ത ചോദ്യം ഇതാണ്: നിങ്ങളുടെ കഴിഞ്ഞകാല ജീവിതം, ഈ നിമിഷം വരെയുള്ള ജീവിതം, ആ ജീവിതത്തെ കംപ്ലീറ്റ് ഒന്ന് സ്കാൻ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നൽകുന്ന മാർക്കിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് മറ്റാർക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് നൽകുന്ന മാർക്കിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് വിലയിരുത്തുന്ന സന്ദർഭത്തിൽ, സ്കാൻ ചെയ്യുന്ന സന്ദർഭത്തിൽ നമ്മുടെ ജീവിതത്തെ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ ഉപമിക്കാൻ പറ്റുന്നത് ഈ ഒരു കോഴിക്കുഞ്ഞിന്റെ ജീവിതത്തോടാണോ ഉപമിക്കാൻ പറ്റുന്നത്? അതല്ല സമൂഹത്തിനും വ്യക്തിക്കും നാട്ടിനും കുടുംബത്തിനും ഭാര്യയ്ക്കും ഭർത്താവിനും മക്കൾക്കും രക്ഷിതാക്കൾക്കും ഒക്കെ
കൃത്യമായ സൂപ്പർവിഷൻ നൽകിക്കൊണ്ട് ആകാശത്തിന്റെ അനന്ത വികാസത്തിലൂടെ പാറിക്കളിക്കുന്ന പരുന്തിനോടാണോ നമ്മുടെ ജീവിതത്തെ ഉപമിക്കാൻ പറ്റുന്നത് എന്ന് നിങ്ങൾ ഒരു നിമിഷം ആലോചിക്കുക. മനസ്സിന്റെ ഉള്ളിലോട്ട് നിന്ന് നോക്കിയാൽ മതി, ഉത്തരം അവിടെ നിന്ന് വരും. എന്താണ് ഉത്തരം? പരുന്തിന്റെ ജീവിതമായിരുന്നു എൻ്റെ ജീവിതം എന്ന് നിങ്ങൾക്ക് കൊടുക്കുന്ന മാർക്കാണ്. മറ്റാരും നിങ്ങളെ കുറിച്ച് പറഞ്ഞ അഭിപ്രായമൊന്നുമല്ല. നമ്മുടെ ഉള്ളിൽ ഒരാളുണ്ട്, അറിയാലോ, ഈ കാണുന്ന വ്യക്തികളുടെ ഉള്ളിൽ നമ്മുടെ ഒരു ഇന്നർ വേൾഡ് എന്ന് പറയുക, ആന്തരികമായ ഒരു ലോകം അവിടെയുണ്ട്. നാം ചിന്തിക്കുന്ന, നാം ഫീൽ ചെയ്യുന്ന ഒരു ലോകമുണ്ട്. നാം നമുക്ക് തന്നെ അതിന്റെ അടിസ്ഥാനത്തിൽ മാർക്ക് കൊടുത്തു നോക്കും. എന്താണ്? പരുന്തിന്റെ ജീവിതമാണോ കോഴിക്കുഞ്ഞിന്റെ ജീവിതമാണോ? പെട്ടെന്ന് പ്രതികരണം പെട്ടെന്ന് അതിന്റെ സമയം പോകും. സമയം തരേണ്ടതാണ്, പക്ഷെ സമയമില്ല. യെസ്, ആവർത്തിക്കണോ? ഇവിടം കൊണ്ട് നമ്മുടെ ജീവിതം അവസാനിക്കുന്നില്ല. പരലോകം ഉണ്ട് എന്നുള്ള ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ പരുന്തിന്റെ ജീവിതമായിട്ട് നിങ്ങളുടെ ജീവിതം ഒരാളുടെ ഉത്തരം കേട്ട് ആരും ഉത്തരം പറയേണ്ടതില്ല. ഒന്ന്. യെസ്, പിന്നെ ഞാൻ ചോദിക്കട്ടെ, വീണ്ടും ഞാൻ സ്കിപ്പ് ചെയ്യണം അവിടുന്ന്. ഞാൻ ചോദിക്കട്ടെ, പലപ്പോഴും നാം ജീവിതത്തിൽ പുതിയ പുതിയ പല സംരംഭങ്ങളും ചെയ്യുന്ന സമയത്ത്, പുതിയ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത്, ഇതൊക്കെ നിനക്ക് പറഞ്ഞൊന്നല്ലോടോ, അതൊക്കെ വലിയ വലിയ ആൾക്കാർക്ക് പറഞ്ഞതാണ്, ഇതൊക്കെ നിന്നെ കൊണ്ട് ചെയ്യാൻ സാധ്യമല്ല, നീ ഒന്നിനും കൊള്ളാത്തവനാണ് എന്നുള്ള ഒരു ചിന്ത, എന്തോ ഒരു ശബ്ദം ഉള്ളിൽ നിന്ന് പലപ്പോഴും കേൾക്കാറുണ്ടോ? ഉണ്ടോ? യെസ്, ഉണ്ട്. തലയാട്ടിയിട്ട് ഉത്തരം കിട്ടുന്നുണ്ട്, ഉണ്ട് എന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് പറയുന്നത് നമ്മെ കുറിച്ച്? അല്ലാഹു പറയാണ്, വലാ തഹിനു വലാ തഹ്സനു വഅൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ഇഹാനത്തിന്റെയും ആവശ്യമില്ല. മാമാന ഇഹാനത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അപകർഷതാബോധം എന്ന് പച്ച മലയാളത്തിൽ പറയും, അല്ലെ? ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്ന് പറയും, നിന്നെ ഒന്നിനും കൊള്ളില്ല എന്നുള്ളൊരവസ്ഥ. രണ്ടാമത് അള്ളാഹു പറയുന്നു, ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, രണ്ടാമത് പറയുന്നു, വലാ തഹ്സനു, യാതൊരു വിധത്തിലുള്ള ഹുസ്നിന്റെയും ആവശ്യമില്ല, ദുഃഖത്തിന്റെയും ആവശ്യമില്ല. വഅൻതുമുൽ അഅലൗൻ, നിങ്ങൾ തന്നെയാണ് ഉന്നതങ്ങളിൽ പറക്കേണ്ടവർ. ആകാശത്തിന്റെ അനന്ത വിഹായസിലൂടെ ഊളിയിട്ട് പറക്കുന്ന പരുന്തുമാർ അല്ലെങ്കിൽ കഴുകന്മാർ നിങ്ങൾ തന്നെയാണ്. വലാകിൻ ഹുനാക ശർത്തുൻ വാഹിദ്, പക്ഷെ ഒരു ഷർത്തുണ്ട് അവിടെ. എന്താണത്? എന്താണ് ഷർത്ത്? ഷർത്തില്ലേ? ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനകളാണ് എങ്കിൽ. അപ്പൊ മുഅ്മിനകളാണ് എങ്കിൽ യാതൊരു വിധത്തിലുള്ള ഇഹാനത്തിന്റെയും ഹുസ്നിന്റെയും ആവശ്യമില്ല എന്ന്. അപ്പൊ തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടൊരു ചോദ്യമുണ്ട്, അപ്പൊ നമ്മൾ യഥാർത്ഥത്തിൽ മുഅ്മിനുകളല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇവിടെയുള്ള പത്രങ്ങളൊക്കെ എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം സകലവിധ വൃത്തികേടിന്റെയും വേണ്ടാത്തരങ്ങളുടെയും കെണിയിൽ അകപ്പെട്ട് പോലീസും മറ്റും പിടിച്ചു കഴിഞ്ഞാൽ അതിൽ ഭൂരിപക്ഷം പേരും ആരുടെ ആയിരിക്കും? ആരുടേതാ? നമ്മുടെ മക്കളുടെ. ശരിയല്ലേ? എല്ലാവിധ തോന്നിയാസങ്ങളുടെയും മുൻനിരയിൽ കാണാം. നിങ്ങളൊരു അമുസ്ലിം സുഹൃത്തിനെ എടുത്തു നോക്കൂ, ഒരു ഹൈന്ദവ സുഹൃത്തിന്റെ കുട്ടികൾക്ക് നമ്മുടെ മക്കൾക്ക് കിട്ടുന്നത്ര ശാസ്ത്രീയമായിട്ടുള്ള മദ്രസ പാഠങ്ങളോ ഒന്നും തന്നെ അവർക്ക് ലഭിക്കുന്നില്ല. നമുക്കതറിയാം. നമ്മുടെ കൂട്ടത്തിലുള്ള ഏത് വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നാലും ശരി, വിഭാഗമല്ല, ഏത് സംഘടനയിൽപ്പെട്ടവരായിരുന്നാലും ശരി, 5ാം തരം വരെയെങ്കിലും ഏറ്റവും ചുരുങ്ങിയ മദ്രസയിൽ നമ്മൾ പോകുന്നു. വളരെ കൃത്യമായിട്ട് ദീനിയാത്തും അഖരിയാത്തും താരീഖും ഒക്കെ അവിടെ പഠിപ്പിക്കപ്പെടുന്നു. ഇതൊക്കെ പഠിച്ച മക്കളുടെ അവസ്ഥ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് വരെ പറയുന്നത്, ഇന്ത്യയിലുള്ള ക്രിമിനൽ ജയിലുകളിൽ പരിധി നോക്കിയപ്പോൾ നമ്മുടെ എണ്ണം വളരെ കൂടുതലാണ്, നമ്മുടെ മക്കളുടെ എണ്ണം. ഇതാരും തെളിയിച്ചു തരേണ്ടതില്ല, പത്രങ്ങളും തെളിയിച്ചു തരും നമുക്ക്. നമ്മുടെ അനുഭവം അങ്ങനെയാണ്. എൻ്റെ നാട്ടിൽ അറിയാം, എൻ്റെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ 95% മുസ്ലിങ്ങൾ താമസിക്കുന്ന എൻ്റെ പ്രദേശത്ത് 7 മണി കഴിഞ്ഞാൽ അവിടെയുള്ള ഹൈന്ദവ സുഹൃത്തുക്കളുടെ മക്കൾ വീടണഞ്ഞുകൊണ്ട് അവരുടെ സിലബസുകൾ പഠിക്കുന്ന സമയത്ത് നമ്മുടെ മക്കൾ 9 കഴിഞ്ഞ് 10 കഴിഞ്ഞ് 11 കഴിഞ്ഞ് 12 1 മണി വരെ തെരുവിലും അങ്ങാടിയിലും ചുറ്റി തിരിഞ്ഞുകൊണ്ട് പലവിധ വേണ്ടാത്ത കൂത്തരങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ഇതൊരു തവണ കാസർഗോഡ് പോയിട്ട് കുസൃതിയില്ലാത്ത കുട്ടികൾ എന്ന എൻ്റെ പുസ്തകത്തിന്റെ ഉദ്ഘാടനം CT അഹമ്മദ് അലി സാഹിബ് ചെയ്യുന്ന സമയത്ത് ഞാൻ എന്താണോ പറഞ്ഞത് അത് അതേപോലെയാണ് അദ്ദേഹത്തിന്റെ നാട്ടിൽ നടക്കുന്നത് എന്ന് അദ്ദേഹം പറയുകയാണ്. എവിടെയും നമ്മുടെ മക്കളുടെ അവസ്ഥ ഇതാണ്. ഇവിടെ അടിസ്ഥാനപരമായിട്ടുള്ളൊരു ചോദ്യമുണ്ട്. നാം മദ്രസയിൽ പഠിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന ദീനിയാത്തും അഖ്രിയാത്തും താരീഖും ഒക്കെ ഉൾക്കൊള്ളുന്ന പരിശുദ്ധ ഖുർആനിന്റെയോ ഹദീസിന്റെയോ തകരാറാണോ സംഭവിക്കുന്നത്? ആണോ? എവിടെയാണ് തെറ്റുപറ്റിയത്? തെറ്റുപറ്റിയിട്ടുണ്ട്. എവിടെയോ സംതിങ് റോങ് സംഭവിച്ചിട്ടുണ്ട്. എവിടെയോ റോങ് സംഭവിച്ചിട്ടുണ്ട്. ഒന്നും പഠിപ്പിക്കപ്പെടാത്ത സ്വഭാവ രംഗത്ത് ഒന്നും തന്നെ പഠിപ്പിക്കപ്പെടാത്ത അവരുടെ മക്കൾ സമയ കൃത്യനിഷ്ഠതയുടെ കാര്യത്തിലും അത്തരത്തിലുള്ള സ്വഭാവവുമായി ബന്ധപ്പെട്ട ചില കാര്യത്തിൽ നമ്മുടെ മക്കളെക്കാൾ മുന്തി നിൽക്കുന്നു. എന്നാൽ ഇതൊക്കെ കൃത്യമായി ശാസ്ത്രീയമായി 5 വരെയെങ്കിലും പഠിപ്പിക്കപ്പെടുന്ന നമ്മുടെ കുട്ടികളുടെ അവസ്ഥ ഇതാണ്. എന്താണ് കാരണം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എന്തായിരിക്കും കാരണം? ആരാണ് ഉത്തരവാദി? ഹു ഈസ് റെസ്പോൺസിബിൾ ഫോർ ദിസ്? ആരാണ് ഉത്തരവാദി? രക്ഷിതാവ് എന്നൊരു ഉത്തരം. പിന്നെ മാതാപിതാക്കൾ, സമൂഹം, കൂട്ടുകെട്ട്, പിന്നെ സാഹചര്യങ്ങൾ. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ സമൂഹത്തും കുൻതും ഖൈറ ഉമ്മ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ നമ്മൾ എന്താ പറയാ ഗവൺമെന്റ് ഓഫീസുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ പേര് പൂരിപ്പിക്കുന്ന സമയത്ത് അവിടെ നമ്മുടെ പേര് എഴുതിയിട്ട് മാപ്പിള, ഇസ്ലാം മാപ്പിള എന്നൊക്കെ എഴുതി കൊടുത്തിട്ട് ശേഷം 3 അക്ഷരത്തിൽ ഒരു കാര്യം പൂരിപ്പിക്കാനുണ്ട്. എന്താണത്? OBC എന്നല്ലേ? എന്താ അർത്ഥം? അത് ബാക്ക്വേർഡ് കാസ്റ്റ്, മറ്റു പിന്നോക്ക ജാതിക്കാർ എന്ന്. ആർ വി റിയലി OBC? നമ്മൾ ശരിക്കും OBC ആണോ? പിന്നെ ആരാണ്? പരിശുദ്ധ ഖുർആൻ അല്ലാഹു വളരെ കൃത്യമായി കുൻതും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ്. ഞാൻ ഈ പറഞ്ഞ ഹൈന്ദവ സുഹൃത്തുക്കൾക്കും ക്രിസ്ത്യ സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും സമൂഹത്തിന് മൊത്തമായിട്ട് പുറപ്പെടുവിക്കപ്പെട്ട ഖൈർ ഉമ്മത്താണ് നാം എന്ന്. പക്ഷെ നാം നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് ഒന്ന് കടന്നു നോക്കൂ. ഇഹാനത്തും ഹുസ്നും ഇത്തരത്തിലുള്ള സകല നെഗറ്റീവ് വികാരങ്ങളുടെ കൂത്തരങ്ങായിരിക്കും നമ്മുടെ ഉള്ളിൽ. എവിടെ നിന്നാണ് ഇത് തുടങ്ങിയത് എന്നുള്ളതാണ് നാം അന്വേഷിക്കേണ്ടത്. അപ്പോഴാണ് നമ്മുടെ വിഷയത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് ഞാൻ എത്തുക. എവിടെ നിന്ന് തുടങ്ങി ഇത്തരത്തിലുള്ള കോംപ്ലക്സുകൾ? എന്നെ ഒന്നിനും കൊള്ളില്ല, ഇഹാനത്ത്, അതുപോലെ തന്നെ ഹുസ്ന, അത്തരത്തിലുള്ള പല കോംപ്ലക്സുകൾ. ഞാൻ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു ഉദാഹരണം പറയട്ടെ. നിങ്ങളുടെ വളരെ വേണ്ടപ്പെട്ട ഒരു സുഹൃത്തിന്റെ അല്ലെങ്കിൽ ഒരു ബന്ധുവിന്റെ കല്യാണത്തിന് പോകുന്നു എന്ന് സങ്കല്പിക്കുക. വളരെ കൃത്യമായി ശ്രദ്ധിക്കുക. 4-5 വയസ്സ് പ്രായമുള്ള കുഞ്ഞിന്റെ കയ്യും പിടിച്ചുകൊണ്ട് അല്പം അകലെയുള്ള നിങ്ങളുടെ വളരെ വേണ്ടപ്പെട്ട ഒരു സുഹൃത്തിന്റെ അല്ലെങ്കിൽ ബന്ധുവിന്റെ കല്യാണത്തിന് പോവുകയാണ്. നിങ്ങൾ ഇതിനകം അല്പം താമസിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അല്പം ധൃതിയിലാണ് പോകുന്നത്. പോകുന്ന സമയം നടന്നുകൊണ്ടാണ് പോകുന്നത്, കുട്ടിയുടെ കയ്യും പിടിച്ചിട്ട്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നിങ്ങളുടെ കുട്ടി ചെളിയിൽ വീണുപോയി. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടിയെ കഴുകി വൃത്തിയാക്കി, വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ട് കുളിപ്പിച്ച് വൃത്തിയാക്കിയിട്ട് വീണ്ടും കല്യാണത്തിന് പോകാൻ നിർവാഹമില്ല. കാരണം കല്യാണത്തിന്റെ പ്രധാന ഫംഗ്ഷൻ അവിടെ നഷ്ടപ്പെടാൻ പോവുകയാണ്. ഇതൊരു ഗസ്സിംഗ് ആണ്. അതേ സമയത്ത് ഈ ചളിയിൽ വീണ കുട്ടിയെ കൊണ്ട് മുക്കാഭാഗത്തിലേക്കും ചളിയിലായ കുട്ടിയെയും പിടിച്ചിട്ട് ഈ കല്യാണത്തിന് പോകാനും നിർവാഹമില്ല. കാരണം വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ, ചളിയിലാണ് കുട്ടിയുള്ളത് കംപ്ലീറ്റ്. ഈ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളോട് എങ്ങനെ പ്രതികരിക്കും? ഇതാണ് എന്റെ ചോദ്യം. നിങ്ങളത് മനസ്സിലേക്ക് ആ സംഭവത്തെ ഒന്ന് ആവാഹിക്കുക. ഞാൻ ഈ പറയുന്നത് നാം നമ്മുടെ കുട്ടികളുമായി ജീവിക്കുന്ന ജീവിത നിമിഷങ്ങളിൽ, പുറത്ത് ജീവിക്കുന്ന ഒരുപാട് നിമിഷങ്ങളിലെ ഒരുപാട് സംഭവങ്ങളിൽ നിന്നും ഒരു നഗച്ഛതമാണ്, ഒരു ഉദാഹരണമാണിത്. പുറത്ത് നടക്കുന്ന സംഭവത്തിന്റെ അത് നിങ്ങളുടെ മനസ്സിലേക്ക് ഇങ്ങനെ ആവാഹിച്ചു നോക്കുക. ആ സംഭവത്തെ
ഈ സമയത്ത് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും നിങ്ങളുടെ കുട്ടിയോട്? അല്പം വേഗം ഉത്തരം പറയും, സമയമില്ല. എങ്ങനെ പ്രതികരിക്കും? വളരെ സ്പെസിഫിക് ആയിട്ട് ഉത്തരം പറയാം, ജനറൽ ആവരുത് ഉത്തരം, വളരെ കൃത്യമായിട്ട് ഉത്തരം പറയാം. നിങ്ങളത് സങ്കല്പിക്കാം, നിങ്ങളുടെ കുട്ടിയാണ്, നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്, ചളിയിൽ വീണു, സമയമില്ല. അല്ല അപ്പൊ തന്നെ ഞാൻ വിചാരിച്ചില്ല വല്യമ്മാന്റെ വീട്ടിൽ അവിടെ ആക്കാൻ സാധനം കൂരി പിടിച്ച് കൈയാക്കണ്ട വലിച്ച ആ കൂടി സാധനം. ഇവിടെ നിന്ന് എന്തൊക്കെ ചീത്ത വിളിക്കാന്നല്ല, ഹമുക്ക് അങ്ങനെ പലതും വിളിക്കൂലേ, പല ജാതി ചീത്ത വിളിക്കും. നമ്മളവിടെ വേറെ സ്റ്റൈലാണ്, ഓരോ നാട്ടിലും അതിൻ്റെതായ ഒരു ആക്സെന്റ് ഉണ്ടാവും, സ്റ്റൈല്. ചുരുക്കി പറഞ്ഞാൽ സമയമില്ല, അതുകൊണ്ടാണ്. ഒറ്റവാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സന്ദർഭത്തിൽ നിങ്ങളുടെ കുട്ടിക്ക് നിങ്ങളിൽ നിന്ന് പോസിറ്റീവായിട്ടുള്ള, അതായത് മലയാളത്തിൽ പറഞ്ഞാൽ ഗുണപരമായ അനുഭവങ്ങൾ ലഭിക്കുമോ അല്ലെങ്കിൽ നെഗറ്റീവ് പരമായ അനുഭവം ലഭിക്കുമോ? കുട്ടിക്കുണ്ടാകുന്ന അനുഭൂതി എന്താണ്? നെഗറ്റീവാണോ പോസിറ്റീവാണോ? നെഗറ്റീവ്, യാതൊരു സംശയമില്ല. ഞാൻ ചോദിക്കട്ടെ എൻ്റെ പ്രിയ ഉമ്മമാരെ, പ്രിയ ഉപ്പമാരെ, ഇതേ സംഭവം വീണ്ടും ആവർത്തിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ കൈപിടിച്ച് നടക്കുന്നത് നിങ്ങളുടെ കൂടെ 1-ാം തരം മുതൽ 10-ാം തരം വരെ സ്കൂളിൽ പഠിച്ച, മദ്രസയിൽ പഠിച്ച നിങ്ങളുടെ ആത്മസുഹൃത്താണ്. വീണ്ടും കോളേജിലും കൂടെ പഠിച്ച നിങ്ങളുടെ ആത്മസുഹൃത്തിന്റെ കയ്യും പിടിച്ചുകൊണ്ട് നിങ്ങൾ ഇതാ വിവാഹത്തിന് പോവുകയാണ്. ഇതേപോലെ നിങ്ങളുടെ 4-5 വയസ്സായ കുട്ടി ചളിയിൽ വീണതുപോലെ നിങ്ങളുടെ ഈ സുഹൃത്ത് ചളിയിൽ വീണിരിക്കുകയാണ്. നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും? ഇപ്പോൾ നിങ്ങളുടെ പ്രതികരണം എന്താണ്? എന്ത് ചെയ്യും? അല്ല, ആ കറക്റ്റ് വേർഡ് പറയാം. എന്താണ്, എങ്ങനെ പ്രതികരിക്കുന്നതാണ്, കൺക്ലൂഷൻ അല്ല. വെരി ഗുഡ്. കണ്ട, അയ്യോ ഫാത്തിമ എന്ത് പറ്റി? എനിക്കിപ്പോ കല്യാണം പോയാലും വേണ്ടിയില്ല, ഇവിടെ ഒരു അടുത്തൊരു വൈദ്യരുണ്ട് കേട്ടാ, അവിടെ പോണോ, അല്ല ഇംഗ്ലീഷ് വരുന്നോ, തടവണോ, ഉളുക്കിയോ, അല്ലേ? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സമയമില്ല. ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പോസിറ്റീവായിട്ടുള്ള അനുഭൂതിയായിരിക്കും നിങ്ങളുടെ സുഹൃത്തിന് അവിടെ കിട്ടുക, അല്ലേ? സംശയമുണ്ടോ? ഡബിൾ സ്റ്റാൻഡേർഡ്, ഇരട്ടത്താപ്പ് നയം, ഇതിന്റെ ഇസ്ലാമിക വശത്തിലേക്ക് ഞാൻ വരുന്നുണ്ട്, അതവിടെ വെക്കുക. ഈ ഉദാഹരണം നിങ്ങൾ നിങ്ങളുടെ കുട്ടികളുമായി ജീവിക്കുന്ന, പുറത്ത് ജീവിക്കുന്ന നിമിഷങ്ങളിലെ ഒരു നിമിഷത്തെ ഞാൻ ഛേദിച്ചുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ ഇട്ട് തന്നതാണ്. ഇത് ഇതേപോലെ സംഭവിക്കണമെന്നില്ല, ഇതുപോലെയുള്ള 100 കണക്കിന് സംഭവങ്ങൾ നിങ്ങൾക്കുണ്ടാകും. അത് നിങ്ങളുടെ മനസ്സിലേക്ക് വരും, അത് വരണം. മറ്റൊരു ഉദാഹരണം കൂടി പറയാം. വീട്ടിനകത്ത് നടക്കുന്ന ഒരു വളരെ അടുത്ത ഫാമിലി സുഹൃത്ത് നിങ്ങളുടെ വീട്ടിൽ വന്നിരിക്കുകയാണ്. ഇതിന്റെ കൺക്ലൂഷൻ ഒന്നും ആയിട്ടില്ല കേട്ടോ, ഉദാഹരണത്തിന് അവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ ഉദാഹരണം, നിങ്ങളുടെ വീട്ടിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഗസ്റ്റ് വന്നിരിക്കുകയാണ്, ഫാമിലി സുഹൃത്ത്, ഫാമിലിയുടെ ഭാര്യയും കുട്ടികളും ഒക്കെ ഉണ്ട്. ഈ സമയത്ത് 10 മണിയുടെ ചായ അവർ കുടിച്ചു കഴിഞ്ഞു. ചായയുടെ കൂടെ നിങ്ങൾ എന്തൊക്കെ ഉണ്ടാക്കി കൊടുത്തു? പപ്സ്, പരിപ്പുവട, ഇവിടെ പല ജാതി ഐറ്റംസ് ഉണ്ടാവും, ആ ജാതിയൊക്കെ ഉണ്ടാക്കി കൊടുത്തു. ഇതൊക്കെ കുടിച്ചിട്ട് അവരവിടെ ഇരിക്കുന്നുണ്ട്. ഈ സമയത്ത് നിങ്ങൾ അടുക്കളയിൽ ഭയങ്കര തിരക്കിലാണ്. കാരണം ഉച്ചഭക്ഷണവും കൂടി കഴിഞ്ഞിട്ടേ നിങ്ങളുടെ ഫാമിലി സുഹൃത്ത് തിരിച്ചു പോകുന്നുള്ളൂ. നിങ്ങൾ ബിരിയാണി ഉണ്ടാക്കേണ്ട തിരക്കിലാണ്. നിങ്ങൾ ഇറച്ചി വെട്ടിക്കൊണ്ടിരിക്കുകയാണ്, ഉള്ളി മുറിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്താ പറയുക, വേറെ എന്തൊക്കെ ഉണ്ടാവുക, മറ്റേ എന്താ പറയാ, വെളുത്തുള്ളിയൊക്കെ ചതച്ചുകൊണ്ടിരിക്കുകയാണ്, ഇഞ്ചി ചതച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ തിരക്കിനിടയിൽ നിങ്ങളുടെ 3-4 വയസ്സ് പ്രായമുള്ള കുഞ്ഞ്, ഒരു കുഞ്ഞിനെ സംബന്ധിച്ചോളം ഡൈനിങ് ടേബിൾ ഏകദേശം എത്ര ഉയരുണ്ടാവും? ഡൈനിങ് ടേബിൾ ഇത്ര ഉണ്ടാവില്ലേ? നെഞ്ചോളം ഉണ്ടാവും. ചെറിയ കുട്ടിയാണ്. ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്ന ആ ചായ കുടിച്ച് ബാക്കിയിരിക്കുന്ന ചെറിയ ഗ്ലാസ് അല്ലെങ്കിൽ കോപ്പ വളരെ കഷ്ടപ്പെട്ട് ഏന്തി വലിഞ്ഞുകൊണ്ട് അത് എടുക്കുകയും അങ്ങനെ നടന്നു വന്ന് നിങ്ങൾ തിരക്കിൽ ഇതിങ്ങനെ മുറിച്ചുകൊണ്ടിരിക്കുന്ന, വെട്ടിക്കൊണ്ടിരിക്കുന്ന സ്ലാബിലേക്ക്, അടുക്കളയിലെ സ്ലാബിലേക്ക് ഇത് ഏന്തി വലിഞ്ഞിട്ട് കൊണ്ടുവയ്ക്കുകയും ചെയ്തു. എന്നിട്ട് കുട്ടി വിളിച്ചായിരുന്നു, ഉമ്മ ഞാൻ ഗ്ലാസ് കൊണ്ട് വെച്ചു കേട്ടോ. ഉമ്മച്ചി എന്ന് ഇവിടുന്ന് വിളിക്കല്? ഉമ്മയാണോ ഉമ്മച്ചിയാണോ ഇവിടെ? ഉമ്മ തന്നെയാ? ഉമ്മയാണോ ഉമ്മച്ചിയാണോ? ഉമ്മ. രണ്ടും ഉണ്ട്. അപ്പൊ ഉമ്മച്ചി ഞാനിത് ഗ്ലാസ് കൊണ്ടുവച്ചു എന്ന് കുട്ടി സന്തോഷത്തോടു കൂടി ഇങ്ങനെ തിരിച്ചു പറയാണ്. കുട്ടിയെ സംബന്ധിച്ചോളം മറ്റേ ഹിമാലയത്തിന്റെ പർവ്വതത്തിലേക്ക് ടെൻസിങ്ങും ഹിലാരിയും കയറിയതിന് സമാണ് ഈ ടാസ്ക്. കാരണം എന്താ, കഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ ഏന്തി വലിഞ്ഞെടുക്കുക, എന്നിട്ട് വീണ്ടും കഷ്ടപ്പെട്ട് അവിടെ കൊണ്ടുവെക്കുക, എന്നിട്ട് പറയാണ് ഉമ്മ ഞാൻ ഗ്ലാസ് കൊണ്ടുവച്ചോ എന്ന് പറയുമ്പോൾ ഇത് ജീവിതത്തിന്റെ നഗ്നമായ അനുഭവമാണ്. ഈ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളോട് എങ്ങനെ പ്രതികരിക്കും? സത്യസന്ധമായിട്ട് പറയുക, എങ്കിലേ അതിന്റെ കൺക്ലൂഷൻ ഹദീസും ആയതും കണക്ട് ചെയ്തുകൊണ്ട് പോകാൻ പറ്റുള്ളൂ. വെച്ച് പോയാടുന്ന് അല്ലേ? പിന്നെ
അല്ലല്ല, ഞാൻ ചോദിക്കുന്നത് കമന്റ് അല്ല, അഭിപ്രായമല്ല. ആ സംഭവം നടന്നിരിക്കുകയാണ്. ഇത് പ്രത്യേകിച്ച് സ്ത്രീകളോട് അഭിസംബോധന, കാരണം അടുക്കളയിൽ അവരാണ് ഈ സമയത്ത് ഉണ്ടാവുക. പക്ഷെ എന്നാലും ആണുങ്ങൾക്ക് പറയാം. പക്ഷെ അഭിപ്രായമല്ല, ഒന്നിലും അഭിപ്രായം വേണ്ട. ഈ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ട് ആ സമയത്ത് നാം നമ്മുടെ കുട്ടികളോട് എങ്ങനെ പ്രതികരിക്കും? എന്നോട് ആരും ഇത് എടുത്തോണ്ട് അല്ല തന്നെ പാപ്പച്ച് കുവൈത്തുന്നോണ്ട് ആകെ 2 മാസമായിരുന്നു, നീ ആയിരുന്നു എടുക്കാൻ നിൽക്കണ്ട. ചില ആൾ പറയും ഇതിനകത്ത് എടുത്തു പോയിട്ടുണ്ടല്ല. എന്റെ ഭാഷ തിരിയുന്നില്ല പറയണം കേട്ടോ. ഞാൻ കണ്ണൂറിന്റെ അങ്ങേ അറ്റത്താണ്. ഇപ്പൊ ഇത് മലപ്പുറത്തിന്റെ ഇങ്ങേ അറ്റത്താണ്, കണ്ണൂരിന്റെ അങ്ങേ അറ്റത്താണ് കുറെ തരം. അപ്പൊ ചിലപ്പോ ആക്സെന്റ്, കാരണം അല്ലേ പ്രഭാഷണം അല്ല ഇത്. എനിക്ക് വേണം ഇതേപോലെ കുറെ പ്രഭാഷണം നടത്തി പോകാം. നിങ്ങളുടെ മക്കളോട് നല്ല രീതിയിൽ പെരുമാറുന്ന കുറെ ആയത്തഹദീസ് ഓതാം. പക്ഷെ ആയത്തഹദീസ് പിന്നെയാണ്, നമ്മുടെ ജീവിതമാണ് ആദ്യം ഇവിടെ അനലൈസ് ചെയ്യാനുള്ളത്. ഇതിൽ അതിനോട് കണക്ട് ചെയ്ത് വരുമ്പോഴാണ് അത് ഞാൻ പറഞ്ഞ 3 കാര്യങ്ങൾ വരുമ്പോഴാണ് മാറ്റങ്ങൾ ഉണ്ടാവുക. ക്ലിയർ? ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, ഒറ്റവാക്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഈ സമയത്ത് നിങ്ങളുടെ കുട്ടികൾക്ക് കിട്ടുന്നത് നെഗറ്റീവ് അനുഭൂതിയാണോ പോസിറ്റീവ് അനുഭൂതിയാണോ നിങ്ങളിൽ നിന്ന്? നെഗറ്റീവ്. കറക്റ്റ്. എങ്കിൽ ഇതേ സംഭവം തന്നെ പ്രിയ ഉപ്പമാരെ, പ്രിയ ഉമ്മമാരെ ചെവി കൂർപ്പിച്ചോളൂ, ശ്രദ്ധ കൂർപ്പിച്ചോളൂ. ഇതേ സംഭവം തന്നെ വീണ്ടും നടക്കുകയാണ്. കഷ്ടപ്പെട്ട് കുട്ടി ഗ്ലാസ് എടുത്തു സ്ലാബിലേക്ക് കൊണ്ടുവെക്കുകയാണ്. കുട്ടി തിരിഞ്ഞു നിന്നിട്ട് ഉമ്മയോട് പറയാൻ വേണ്ടി തിരിയുമ്പോൾ കുട്ടിയുടെ മുട്ട് അതിനോട് തട്ടി ഗ്ലാസ് വീണു. ഇറ്റ് വാസ് ഫാളൻ ഡൗൺ ആൻഡ് ബ്രോക്കൺ. വീണത് പൊട്ടിപ്പോയി. വീണ് പൊട്ടി. ഈ സമയത്ത് നിങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും? പിടിച്ച് തല്ലും, അടിക്കും എന്നർത്ഥം. അറിയാ പറയാ, നിങ്ങൾ തന്നെ പറയാ. 2-3 അഭിപ്രായങ്ങൾ കേൾക്കാണ്ട് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അടിക്കുമെന്ന്. ഇവിടെ സ്റ്റേജൊന്നും അടിക്കുന്നതന്നെ. അടി എനിക്ക് ഒട്ടും അറിയില്ല, അടി അവിടെ പൊട്ടു. പിന്നെ എന്ത് ചെയ്യും? സ്ത്രീകൾ, നിങ്ങളാണ് ഇതിലെ കഥാപാത്രം. ഇന്നത്തെ മെയിൻ ഭർത്താക്കന്മാർ ഗൾഫിലായിരിക്കാം, ജോലിയിലായിരിക്കാം. നിങ്ങളാണ് കുട്ടികളുമായിട്ട് കുട്ടികളോട് ദേഷ്യപ്പെടും. ഓക്കെ, ഒറ്റവാക്കിൽ പറഞ്ഞാൽ വളരെ നെഗറ്റീവായിട്ടുള്ള അനുഭൂതിയാണ് ആർക്ക് കിട്ടുന്നത്? ഈ സന്ദർഭത്തിൽ കുട്ടിക്ക് കിട്ടുന്നത്. ഈ ഉദാഹരണവും അതേപോലെ മനസ്സിന്റെ അലമാരിയിൽ അവിടെ കീപ്പ് ചെയ്യുക. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അവർകൾ പറഞ്ഞ ഒരു ഇബാറത്തോടു കൂടി ഞാൻ അതിന്റെ ഇസ്ലാമിക വശത്തിലേക്ക് വരാം. ഇമാം ഗസാലി അദ്ദേഹം പറയുകയാണ്, ലഅബ് ഇബ്നക സബ്അൻ വഅദ്ദിബുഹു സബ്അൻ വസ്വാഹിബുഹു സബ്അൻ സുമ്മ അത്റുകുൽ ഹബ്ല ഇലാ ഗാരിബിഹി. വളരെ അർത്ഥവത്തായ ഒരു വചനം. ലഅബ് ഇബ്നക സബ്അൻ, നിങ്ങൾ നിങ്ങളുടെ കുട്ടികളുമായി ആദ്യത്തെ 7 വയസ്സിൽ കളിക്കുക. ആദ്യത്തെ 7 വയസ്സിൽ കുട്ടികളുമായിട്ട് എന്താ പറഞ്ഞേ? കളിക്കുക. പ്രിയ ഉപ്പമാരെ, പ്രിയ ഉമ്മമാരെ, 100 കണക്കിന് ഹദീസുകൾ എനിക്ക് ഇവിടെ നിന്ന് നിർത്തുന്ന കോട്ട് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് വേണ്ടിയിട്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെറിയ കുട്ടികളുമായിട്ട് കളിച്ചതിന്റെ, ഈ പ്രായഘട്ടത്തിൽ കളിച്ചതിന് 100 കണക്കിന് ഉദാഹരണങ്ങൾ. 1-2 സാമ്പിൾ മാത്രം തരാം. ചിലതൊക്കെ പലരും കേട്ടതായിരിക്കും, എന്നിരുന്നാൽ കൂടി ബാക്കി ഇൻഷാ അല്ലാഹ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ബന്ധങ്ങളുടെ മനഃശാസ്ത്രം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുസ്തകം പുറത്ത് വാങ്ങാൻ കിട്ടും. പറഞ്ഞതുപോലെ 30%-ലധികമാണ്. നിരവധി ഹദീസുകൾ അതിൽ കാണാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർകൾ എന്നത്തെ പോലെ നമസ്കാരത്തിലാണ്, സുജൂദിലാണ്. സുജൂദ് ഒരുപാട് ദീർഘിച്ചു. സഹാബാക്കൾ നമസ്കാരത്തിന് ശേഷം ചോദിച്ചു, അങ്ങ് എന്തേ ഇത്ര ദീർഘിക്കാൻ കാരണം സുജൂദിൽ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറയുകയാണ്, എന്റെ പേരക്കുട്ടികൾ എന്റെ ഷോൾഡറിൽ കിടന്ന് കളിക്കുന്നുണ്ടായിരുന്നു, അവർക്ക് ആവുന്നത്ര കളിക്കട്ടെ, അവർ അവോളം കളിക്കട്ടെ എന്ന് ഞാൻ കരുതിയെന്ന്. സഹിയായ ഹദീസാണ്. എന്താണ് ഇതിലെ പാഠം? എല്ലാവരും വരും പള്ളിയിലേക്ക് കുട്ടികളൊക്കെ കൊണ്ടുവന്നിട്ട് സുജൂദിൽ വരുമ്പോ ഇങ്ങനെ കുട്ടികളെ ഇട്ടിട്ട് കളിപ്പിക്കണമെന്നോ? സുന്നത്തോ? അങ്ങനെയാണോ? ആണോ? മറിച്ച് എന്താണ് പാഠം? വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിഅബ്ദുൻ. മനുഷ്യവംശത്തെയും ജിന്നുവംശത്തെയും എന്നെ ആരാധിക്കുവാൻ വേണ്ടി അല്ലാതെ സൃഷ്ടിച്ചിട്ടില്ല എന്ന് പറഞ്ഞ മനുഷ്യ സൃഷ്ടിപ്പിന്റെ അടിസ്ഥാന ഉദ്ദേശമായ ആരാധന, ആ ആരാധനയിലെ ഏറ്റവും ഉത്കൃഷ്ടമായ നമസ്കാരം, ആ നമസ്കാരത്തിലെ ഏറ്റവും ഉത്തുംഗമായ ഉത്കൃഷ്ടമായിരിക്കുന്ന സുജൂദ്, ആ സുജൂദിന്റെ വേളയിൽ പോലും മഹാനായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കുട്ടികൾക്ക് ഒരു തരത്തിലുള്ള നെഗറ്റീവ് സ്ട്രോക്കും നെഗറ്റീവായിട്ടുള്ള അനുഭൂതിയും കൊടുക്കാൻ ഇഷ്ടപ്പെട്ടിട്ടില്ല. എങ്കിൽ
ഞാനും നിങ്ങളും നിസ്സാരമായി അബദ്ധത്തിൽ നമ്മുടെ കുട്ടിച്ചെളിയിൽ ഒന്ന് വീണുപോയതിന്റെ പേരിൽ നമ്മുടെ